അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ഷോട്ട് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഏതൊരു സെറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാമറയൊക്കെ മാറ്റി വെക്കുമല്ലോ. ബസ്സിൻ്റെ അകത്തുള്ള ഷോട്ടുകളൊക്കെ എടുത്തിട്ട് പുറത്ത് ക്യാമറ വെക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി ബസ്സിൽ നിന്ന്. ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, അവരെല്ലാവരും ഇറങ്ങി ബസ് ഒരു സ്ഥലത്ത് ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചേക്കണം. പക്ഷേ ഇവർ രണ്ടുപേരും ഇറങ്ങണില്ല, ഇവർ രണ്ടുപേരും ഒക്കെ ബസ്സിൽ തന്നെ ഇരിക്കുക. ആരും സംയുക്ത ബിജി സാധാരണയൊക്കെ അങ്ങനെ ഇരിക്കാറില്ല ആർട്ടിസ്റ്റുകൾ. ഷോട്ട് കഴിഞ്ഞാൽ അവർ ഇറങ്ങിയൊക്കെ പോരുമല്ലോ. അപ്പോൾ അതിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോട്ട് ചെയ്യേണ്ടത്, ഇവരെന്താണ് എന്തൊക്കെയോ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സുകുമാർ ക്യാമറ സൂം ലെൻസുള്ള കാര്യം ഇവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ക്യാമറാമാൻ അവിടെ നിന്നിട്ട് ക്യാമറ വെച്ച് സൂം ചെയ്തിട്ട് ഇവർ രണ്ടുപേരും ടൈറ്റിൽ എന്താണ് ഇവർ പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിപ്പൊന്നും മനസ്സിലാവില്ലെങ്കിലും ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മനസ്സ് തുറക്കുന്ന ഒരു സംഭവമാണെന്നുള്ളതേ. സുഖം കണ്ടുപിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറൊന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് എന്നെ ക്യാമറയെ കൂടി കാണിച്ചു തന്നു. ഞാൻ അങ്ങനെയാണ് ആദ്യം കാണുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എന്തോ ചുറ്റിക്കളിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഞങ്ങൾ അറിഞ്ഞതായിട്ട് ഭാവിച്ചില്ല.